മക്കളെ 19th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 19th ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു വെക്റ്റർ ഓൾജിബ്രയാണ്. ഇഫ് എ ക്യാപ്പ് ബി എ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു രണ്ട് വെക്ടറുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. അത് ഈ രണ്ട് വെക്ടേഴ്സിന് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ. ആൻഡ് മേക്സ് എൻ ആംഗിൾ കോസ് ഇൻവേഴ്സ് 1/3 വിത്ത് ഐ പ്ലസ് ജെ പ്ലസ് കെയുമായിട്ട് കോസ് ഇൻവേഴ്സ് 1/3 ആണ് ആംഗിൾ. ഇഫ് എ ക്യാപ്പ് മേക്സ് എൻ ആംഗിൾ π/3 വിത്ത് ഐ പ്ലസ് ആൽഫ ജെ പ്ലസ് കെ ദെൻ വാല്യൂ ഓഫ് ആൽഫ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. അപ്പൊ ഞാൻ ഈ എ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ എ ക്യാപ്പ് എന്ന് പറയുന്നത് ഞാൻ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √(x² + y² + z² ആണ്. മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ x² + y² + z² 1 ആണ്. ഇതാദ്യമായി ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ബിക്കും സിക്കും പെർപെൻഡിക്കുലർ ആണ്. ബി തന്നത് നോക്കിക്കോ, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, നോക്കുക. അപ്പൊ എ ക്യാപ്പ് ശ്രദ്ധിക്കുക, എ ക്യാപ്പ് ഡോട്ട് ബി അതെന്താവണം? 0 ആവണം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0. എ ക്യാപ്പ് എക്സ് ഇൻറ്റു 1 എക്സ് മൈനസ് 2y പ്ലസ് 3z is equal to 0. x minus 2y plus 3z is equal to 0. ഇങ്ങനെ കിട്ടുമല്ലോ. ഇതവിടെ നിൽക്കട്ടെ. അതേപോലെ സിക്കും പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എ ക്യാപ്പ് ഡോട്ട് സി ഇസ് ഈക്വൽ ടു 0. വെറും സി, ദാ സി. നോക്കൂ, സി ഇതാ. അപ്പൊ എ ക്യാപ്പ് എന്താ? എക്സ് ഇൻറ്റു 2x പ്ലസ് പറ 3y മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു എന്താ? 0. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എഴുതാം 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു സെഡ് എന്ന് എഴുതാം. 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു സെഡ്. ഈ 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു സെഡ് ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടിടുന്നു. 2x പ്ലസ് 3y എന്താണ്? സെഡ് ആണ്. അപ്പൊ എക്സ് മൈനസ് 2y പ്ലസ് 3 ഇൻറ്റു 2x. സെഡ് എന്താണ്? 2x പ്ലസ് 3y ആണ്. 3 ഇൻറ്റു 2x 6x. 3 ഇൻറ്റു 3y എത്ര y? 9y ഈക്വൽ ടു 0. അപ്പൊ 7x പ്ലസ് 7y ഇസ് ഈക്വൽ ടു 0. അപ്പൊ x പ്ലസ് y 0. ഓ, x ഇസ് ഈക്വൽ ടു മൈനസ് y. x എന്താണെന്ന് മനസ്സിലായി? മൈനസ് y ആണെന്ന് മനസ്സിലായി. x ഇസ് ഈക്വൽ ടു മൈനസ് y എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ സെഡുമായിട്ടുള്ള കണക്ഷൻ കിട്ടും. ഇതാ വേണ്ട, ഇതിലേക്ക് ഇട്ടാൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ. 2x y എന്താ? മൈനസ് എക്സ് അല്ലേ? 2x മൈനസ് 3x മൈനസ് ഈക്വൽ ടു സെഡ്. അപ്പൊ മൈനസ് എക്സ് ഈക്വൽ ടു സെഡ്. അതായത് സെഡ് എക്സ് ഈക്വൽ ടു മൈനസ് വൈ, അതാണ് കണക്ഷൻ. അതുപോലെ തന്നെ മൈനസ് എക്സ് ഈക്വൽ ടു സെഡ് അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് സെഡ് എന്നൊക്കെ എഴുതാം. ഓക്കെ, ഇതാ എക്സ് ഈക്വൽ ടു മൈനസ് വൈ, എക്സ് ഈക്വൽ ടു മൈനസ് സെഡ് അല്ലെങ്കിൽ വൈ ഈക്വൽ ടു മൈനസ് എക്സ്, സെഡ് ഈക്വൽ ടു മൈനസ് എക്സ്. ഇത് മതി. ഓക്കെ, ഇതെല്ലാം കൂടി കൊണ്ട് കൊടുക്കൂ ഈ ഒരു ഇക്വേഷനിലേക്ക്. അതായത് നമുക്കറിയാലോ
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 കൊടുത്തേ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വരുമല്ലോ, 3x സ്ക്വയർ ആയോ? 3x സ്ക്വയർ ഈക്വൽ ടു എന്താ? 1. എക്സ് സ്ക്വയർ എന്താ? 1/3 ആയോ? അപ്പൊ എക്സ് എന്താ? എക്സ് ഈക്വൽ ടു 1/√3 ഓർ എക്സ് ഈക്വൽ ടു എന്താ? -1/√3. ഓക്കെ, അപ്പോ y എന്താണെന്ന് ഞാനിവിടെ എഴുതണ്ടേ? y ഈക്വൽ ടു -x, z ഈക്വൽ ടു -x. അതാണ് കണ്ടീഷന്. എക്സ് 1/√3 ആകുന്നതായ സമയത്ത് ഇനി ശ്രദ്ധിക്കുക, xi പ്ലസ് yj പ്ലസ് zk അതാണ് നമ്മുടെ എ ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടർ. സോ എ ക്യാപ്പ് ഈക്വൽ ടു 1/√3 ഇൻറ്റു അല്ലെ ഐ, y എന്താ? -x ആണ്. അപ്പൊ i മൈനസ് ജെ മൈനസ് കെ എന്ന് വരും. i മൈനസ് ജെ മൈനസ് കെ. അല്ലെങ്കിൽ ഇവിടെ എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു എക്സ് എന്താ? -1/√3 ആണ്. അപ്പൊ -1/√3 ഇൻറ്റു ഐ മൈനസ് ഐ, സോറി 1/√3 കോമൺ ഫാക്ടർ എടുത്താൽ മതി. 1/√3 കോമൺ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ 1/√3 ഇൻറ്റു ഐ മൈനസ് ഐ പ്ലസ് ജെ പ്ലസ് കെ എന്ന് വരും. ഇങ്ങനെ രണ്ട് തരത്തിൽ വരും എ ക്യാപ്പ്. അതായത് എക്സ് എന്ന് പറയുന്നത് 1/√3 -1/√3 ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വൈ എന്ന് പറയുന്നത് -x ആണ്, സെഡ് എന്ന് പറയുന്നത് -x ആണ്. അത് നമ്മൾ നേരത്തെ ഇവിടുന്ന് ഈ കണക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഈ എ ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടർ ഇതാ ഈ ഐ പ്ലസ് ജെ പ്ലസ് കെയുമായിട്ട് കോസ് ഇൻവേഴ്സ് -1/3 ആണ് ആംഗിൾ എന്നാണ് നമ്മളോട് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? ഇതാണ് ഞാൻ ആ വെക്ടറിനെ തൽക്കാലം വി എന്ന് വിളിക്കുന്നുണ്ട്. വി ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ. ഈ വി എന്ന് പറയുന്നത് ഐ പ്ലസ് ജെ പ്ലസ് കെയും ഇതിൽ ഏത് എ ക്യാപ്പ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആംഗിള് കോസ് ഇൻവേഴ്സ് -1/3 വരുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ഏത്? വി എന്ന് പറയുന്നത് ഐ പ്ലസ് ജെ പ്ലസ് കെയുമാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് ആണ് കോസ് ഇൻവേഴ്സ് -1/√3 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതായിട്ടാണ് എ ക്യാപ്പ് എടുക്കേണ്ടത്. അത് മാറിപ്പോകരുത്. ഇത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം ആ ഐ പ്ലസ് ജെ പ്ലസ് കെയുമായിട്ട് വരുന്ന നമ്മളെ എ ക്യാപ്പ് ഉണ്ടാക്കുന്ന ആംഗിൾ കോസ് ഇൻവേഴ്സ് -1/3 ആണ്. അപ്പൊ ആംഗിളിന്റെ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പൊ ആംഗിളിന്റെ ഇക്വേഷനിൽ കൊടുത്താൽ കോസ് ഇൻവേഴ്സ് -1/3 വരണമെങ്കിൽ അത് ഏത് എ ക്യാപ്പ് ആയിരിക്കണം? 1/√3 ഇൻറ്റു ഐ മൈനസ് ജെ മൈനസ് കെ ആയിരിക്കണം. അങ്ങനെ നമുക്ക് എ ക്യാപ്പിലെത്തി. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഈ എ ക്യാപ്പ് എ ക്യാപ്പ് നമുക്ക് കിട്ടി. ഇനി ഇത് ഐ പ്ലസ് ആൽഫ ജെ പ്ലസ് ഐ പ്ലസ് ആൽഫ ജെ പ്ലസ് കെയുമായിട്ട് വരുന്ന ആംഗിൾ, ഈ രണ്ട് വെക്ടറുകളും തമ്മിലുള്ള ആംഗിൾ π/3 ആണ്. സോ കോസ് π/3 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഡോട്ട് പ്രോഡക്റ്റ് 1/√3 ഇൻറ്റു കോസ് π/3. ഓക്കെ, 1/√3 ഇൻറ്റു ഐ ഇൻറ്റു 1 ഇൻറ്റു 1 1 1 മൈനസ് ആൽഫ മൈനസ് 1 1 മൈനസ് ആൽഫ ഡോട്ട് പ്രോഡക്റ്റ്, രണ്ട് വെക്ടറിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് ബൈ ആദ്യത്തെ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എ ക്യാപ്പ് ആണ്, മാഗ്നിറ്റ്യൂഡ് 1. മറ്റേണ്ടത് എന്താണ്? √ആൽഫ സ്ക്വയർ പ്ലസ് 2. കോസ് π/3 എന്താ?
1/2 ആണ്. അപ്പം കോസ് പൈ ബൈ 3 1/2 ആണ്. 1/2 ഇൻറ്റു റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 1/√3 ഇൻറ്റു മൈനസ് ആൽഫ. മനസ്സിലാക്കി വെക്കണം, ഇവിടെ ആൽഫ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവാണ് കിട്ടേണ്ടത്, നെഗറ്റീവ്. കാരണം കോസ് പൈ ബൈ 3 അക്യൂട്ട് ആംഗിൾ ആണ് അല്ലെ, അക്യൂട്ട് ആംഗിളിലാണ്. ഡോട്ട് പ്രോഡക്റ്റ് നെഗറ്റീവ് വരുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് അക്യൂട്ട് ആയിരിക്കും, അതായത് ലെസ് ദാൻ 90 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആംഗിൾ കോസ് പൈ ബൈ 3 ആണ്, കോസ് പൈ ബൈ 3. അപ്പൊ പൈ ബൈ 3 ആണ് ആംഗിൾ, മനസ്സിലാവുണ്ടല്ലോ. പൈ ബൈ 3 ആംഗിൾ വരണമെങ്കിൽ അതിന്റെ രണ്ടിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് എന്താവണം? ഡോട്ട് പ്രോഡക്റ്റ് പോസിറ്റീവ് ആണെങ്കിലാണ് എന്താവുക? അക്യൂട്ട് ആംഗിൾ വരിക. മനസ്സിലാവുന്നുണ്ടോ പറയണേ? അപ്പം ഡോട്ട് പ്രോഡക്റ്റ് പോസിറ്റീവ് ആവണം. ഞാൻ പറഞ്ഞ മാറിപ്പോയെന്നോ ശ്രദ്ധിക്കണേ. ഡോട്ട് പ്രോഡക്റ്റ് പോസിറ്റീവ് ആവണമെങ്കിൽ ആൽഫ നെഗറ്റീവ് ആവണം. അപ്പോഴാണ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആവുക. ഓക്കെ, അപ്പം ആൽഫ നെഗറ്റീവ് ആണെന്ന് ഓർമ്മിച്ച് വെക്കണം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സ്ക്വയർ ചെയ്യുക. ആൽഫ സ്ക്വയർ പ്ലസ് 2 ഇസ് ഈക്വൽ ടു, ഈ 2 അങ്ങോട്ട് പോയിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ 4/3 അല്ലേ, 4/3 ഇൻറ്റു ആൽഫ സ്ക്വയർ. അപ്പോൾ 3 ആൽഫ സ്ക്വയർ പ്ലസ് 6 ഇസ് ഈക്വൽ ടു 4 ആൽഫ സ്ക്വയർ. 6 ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ, 4 ആൽഫ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു √6 അല്ലെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു -√6. എന്തുകൊണ്ടാണ് പോസിറ്റീവ് നെഗറ്റീവ് √6 എടുക്കേണ്ടത്? ഓപ്ഷൻസിൽ പോസിറ്റീവ് √6 ഉണ്ട്, നെഗറ്റീവ് √6 ഉണ്ട്. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് -√6 ആണ്. ഈ -√6 വരാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ അവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആൽഫ നെഗറ്റീവ് ആകുമ്പോഴാണ് അവിടെ ഡോട്ട് പ്രോഡക്റ്റ് പോസിറ്റീവ് ആവുക. ഡോട്ട് പ്രോഡക്റ്റ് പോസിറ്റീവ് ആകുമ്പോഴാണ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എന്താവുക? അക്യൂട്ട് ആവുക, ലെസ് ദാൻ 90 ആവുക. ഓക്കെ.